ജസ്റ്റിൻ, ഇന്ന് ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിൻ്റെ 1-ാം വാർഷികമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഞെട്ടിപ്പിച്ച ഭീകരാക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിരുന്നു അന്ന് പഹൽഗാമിൽ നടന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മൾ കാശ്മീരിലെല്ലാം വളരെ സുരക്ഷിതമാണ്, കാശ്മീരിലെ അവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ എല്ലാം സുരക്ഷിതമാക്കി എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഭീകരാക്രമണം അന്ന് അവിടെ ഉണ്ടായത്. അത് ഒരു അശാന്തി പടർത്താനുള്ള ഒരു ശ്രമം, പക്ഷെ അതിനെ നമ്മൾ അതിജീവിക്കുകയും ചെയ്തു. ഇപ്പോൾ അതാണ് ഒരു കാശ്മീരിന്റെ പണ്ടത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നല്ല വ്യക്തമായി തന്നെ അറിയാം. അതായത് നമ്മുടെ മുമ്പത്തെ കാശ്മീരിലെ സാഹചര്യങ്ങളിൽ നിന്ന് പിന്നീട് വർഷങ്ങൾ മാറി, അവിടുത്തെ സാഹചര്യങ്ങൾ മാറി, അതിനനുസരിച്ച് ആളുകളുടെ ജീവിത രീതിയും മാറി. അങ്ങനെ നാടോട്ട് പോയ ആളുകൾ പോലും തിരിച്ചു വന്നു. അങ്ങനെ എല്ലാ സുരക്ഷിതപരമായ എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചിരുന്നു. പക്ഷെ അതിനെയൊക്കെ അട്ടിമറിക്കുന്ന രീതിയിലാണ് അട്ടിമറിയതിൽ തന്നെ ഒരുപക്ഷെ അവരുടെ വിശ്വാസം ഇല്ലാതാക്കാനാവാം. കാരണം കശ്മീർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സുരക്ഷിതമല്ല എന്നുള്ളൊരു ചിന്ത കൊടുക്കാൻ ചെയ്ത. പക്ഷേ കാശ്മീർ ഒരു കാലത്ത് പഴയ ഹിന്ദി സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം, അതിലെ പാട്ടിനങ്ങൾ അതെല്ലാം കാശ്മീരാണ്. മലയാള സിനിമയിലും പലതും കാശ്മീർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തിരിച്ചു വന്നു. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവിടെ വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം വരാൻ തുടങ്ങി ഈ കാശ്മീരിലെത്തേക്ക്. അപ്പോൾ അതിനൊക്കെ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതി തന്നെയായിരുന്നു ഈ പഹൽഗാം ആക്രമണം. 26 പേരല്ലേ കൊല്ലപ്പെട്ടത്? 26 പേരുടെ കൊല്ലപ്പെട്ട ഒരു മലയാളി ഉണ്ടായിരുന്നു, രാമചന്ദ്രൻ. ഇതിൻ്റെ മകളുടെ മുന്നിൽ വെച്ചാണ് വെടിച്ചു. അതിലൊരു നമുക്ക് മറക്കാനാവാത്തൊരു ചിത്രമുണ്ട്. ആ ഭർത്താവിൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു യുവതിയുടെ, ഒരു വടക്കേന്ത്യക്കാരിയ ഒരു യുവതിയുടെ. ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിനൊരു പക്ഷേ ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചത്. നമ്മൾ വളരെ കൃത്യമായി ഇതിന് മറുപടി കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാന് ചുട്ട മറുപടി നമ്മൾ കൊടുക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷം പിന്നെ ഈ തീവ്രവാദി ആക്രമണങ്ങളുടെ തോത് വളരെ കുറഞ്ഞു എന്നുള്ളൊരു വാസ്തവമാണ്. അതിൽ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ത്യ അന്ന് തകർത്തിരുന്ന നൂർഖാൻ വ്യോമതാവളം പാകിസ്ഥാനിലെ അത് ഇപ്പോഴും അവരത് പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് 1 വർഷത്തോളമായിട്ട് അവരതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ എത്രമാത്രത്തോളം അവർക്കതിൽ ഇന്ത്യ കൊടുത്ത ഷോക്ക് അവർക്ക് എത്രത്തോളം ഭീകരമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. അതെ, എന്നിട്ട് വെറുതെ തള്ളുകയായിരുന്നു. നമ്മൾ ഇന്ത്യയിലെ വിമാനം വെടിവെച്ചിട്ടു എന്നൊക്കെ നൂർഖാൻ വ്യോമതാവളം പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ വിദേശത്തുനിന്ന് ആളുകൾ വരുമ്പോൾ സ്വീകരിക്കുന്ന ആ വ്യോമതാവളത്തിൽ അവരുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു മെയിൻ. മാത്രമല്ല, ഈ വിമാനത്താവളത്തിൽ നിന്നാണ് അവിടുത്തെ പ്രസിഡന്റ്, പ്രധാനമന്ത്രിയൊക്കെ പോലുള്ള ആൾ യാത്ര പോകുമായിരുന്നു. അവർക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയിട്ടുള്ള ഒരു വിമാനത്താവളമായിരുന്നു എന്ന് ഓർക്കാൻ. അവിടെ തന്നെയാണ് ഇന്ത്യ കൃത്യമായി അറിഞ്ഞു തന്നെ പണി കൊടുത്തത്. അത് അവർക്ക് ശരിക്കും നല്ല പ്രഹരം ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ് ഈ 1 വർഷമായിട്ടും പണിതുകൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പണി പൂർത്തിയായെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. പണി നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പ് വന്ന റിപ്പോർട്ട്. പണി നടക്കുക തന്നെയാണ് അവിടെ. കാരണം അത് ഈ നൂർഖാൻ മാത്രമല്ല, അവിടുത്തെ അവരുടെ പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങളെല്ലാം തന്നെ നമ്മൾ തരിപ്പണമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അന്ന് ഓർമ്മയുണ്ടാവല്ലോ, മധ്യസ്ഥം പറയാൻ വന്നത് നമ്മുടെ ട്രംപ് പറഞ്ഞു, ഞാനാണ് ഇതെല്ലാം യുദ്ധം തീർപ്പാക്കിയത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ കരഞ്ഞ് കാല് പിടിച്ചുകൊണ്ട് നമ്മൾ ദയതോന്നി വിട്ടുകൊടുത്തതാണ്. ഇനി വേണ്ട, യുദ്ധം ഞങ്ങൾ നിർത്തി. 2 ദിവസം കൂടെ ഇന്ത്യ യുദ്ധം ചെയ്തിരുന്നെങ്കിലും പാകിസ്ഥാൻ കാണൂല്ലായിരുന്നു, അവിടെ ആ രാജ്യം പോലും കാണൂല്ലായിരുന്നു. അതവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്നത്, ട്രംപിൻ്റെ വാക്കിന് എത്രത്തോളം വിലയുണ്ടെന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കഴിഞ്ഞു. കാരണം വെറും വിടുവായിത്തരം പറയുന്ന ഒരു വ്യക്തിയായിട്ട് ട്രംപ് മാറി. അപ്പോൾ അതിൽ അദ്ദേഹം മധ്യസ്ഥത വഹിച്ചു എന്നൊക്കെ പറയുന്നതിൽ വെറും ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാരായിരുന്നു വിശ്വസിക്കില്ല. ലോകത്ത് എന്ത് പോസിറ്റീവായ സംഭവം ഉണ്ടായാലും അതൊക്കെ ഞാനാണ് ചെയ്തതെന്ന് പറയുകയാണ് അതിൻ്റെ സ്ഥിരം രീതി. ഇപ്പോൾ യുദ്ധം, ഇറാനുമായിട്ടുള്ള യുദ്ധം തന്നെ കണ്ടില്ലേ, അതിന് നിലപാടില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒന്നും ഒത്തുറപ്പാകാതെ. അപ്പോൾ ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ ഈ പഹൽഗാം ആക്രമണത്തെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായ തോതിലുള്ള വിമർശനത്തിന് അവരന്ന് വിധേയമാക്കി പോലും അതിന് കൃത്യമായ മറുപടി നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. മാത്രമല്ല, നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്രത്തോളം ഭദ്രമാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാനും നമുക്ക് സഹായകരമായി മാറും. അല്ല, പ്രതിപക്ഷത്തിന് പറയുമ്പോൾ തന്നെ നമ്മൾ ശശി തരൂരിന്റെ അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാട് കാണാതിരുന്നൂടെ. കാരണം അദ്ദേഹം അന്ന് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിലപാട് സ്വീകരിച്ചത്. ഒരു കോൺഗ്രസ്സുകാരനാണെന്നോ അല്ലെ പ്രതിപക്ഷത്താണോ എന്നതല്ല. അപ്പോൾ ഇന്ത്യക്കാരൻ എന്നുള്ള രീതി അദ്ദേഹം സ്വീകരിച്ച നിലപാട് നമുക്ക് അന്ന് അതിനകത്ത് കണ്ടില്ല. പ്രതിപക്ഷത്തിനെ പൂർണ്ണമായിട്ടും ശേഷം നമ്മൾ പല വിദേശ രാജ്യങ്ങളിലേക്കും ഉന്നതതല സംഘത്തെ, എംപിമാരുടെ സംഘത്തൊക്കെ അയച്ചിരുന്നല്ലോ. അപ്പോൾ അതിൽ അദ്ദേഹം പല രാജ്യങ്ങളിലേക്കും പോയി വളരെ കൃത്യമായി ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. ആ രാജ്യങ്ങൾക്കെല്ലാം തന്നെ പാകിസ്ഥാനി തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്നുള്ള കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് വിജയിക്കാൻ കഴിഞ്ഞു. ഏറ്റവും മിടുക്കന്മാരെ ആളുകൾ തന്നെയാണ് പാർലമെൻറ്റിൽ നിന്ന് ഈ പല രാജ്യങ്ങളിലേക്കും അയച്ചത്.
അതിലൊന്ന് ശശി തരൂരാണെന്ന് ഒന്നര രാജ്യങ്ങളിലേക്ക് പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയത് അദ്ദേഹം തന്നെയായിരുന്നു. അന്ന് അദ്ദേഹത്തിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം അദ്ദേഹം BJP സ്തുതി പാടുന്നു എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഈ സംവരണ വിഷയങ്ങളിലൊക്കെയും BJP വിമർശിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അന്നത്തെ നിലപാട് എന്താണെന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാൻ ആണല്ലോ, അത് അങ്ങനെ ആയിരിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ വിഷയം അതിന് രാഷ്ട്രീയമൊന്നുമില്ല. ഇന്ത്യയുടെ വിഷയം വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാരായിരിക്കണം പിന്നല്ലാതെ എന്ന് തന്റെ നിലപാട് വ്യക്തമാക്കിയ ഒരു വ്യക്തിയാണ്. അപ്പം നമുക്ക് ഈ ഒരു വിഷയം പറയുമ്പോൾ അത് നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തലസ്ഥാനത്തെ ജനപ്രതിനിധി കൃത്യമായി അക്കാര്യത്തിൽ ഇടപെട്ടത്. ഈ പാകിസ്ഥാൻ എന്നൊക്കെ ഇന്ത്യയോട് ഈ ഇത്തരത്തിലുള്ള ആക്രമിക്കാൻ വന്നിട്ടുണ്ടോ അന്നെല്ലാം അവർ തോറ്റു തിന്നാൻ പാടിയിട്ടുണ്ട്. ഈ നേരായ യുദ്ധത്തിൽ കൂടെ തോൽക്കും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ പിന്നെ ഈ പ്രോക്സി സംഘടനകൾ, ഈ തീവ്രവാദ ലഷ്കർ തോയ്ബ അതുപോലുള്ള സംഘടനകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ച് അവർക്ക് പണവും ആയുധവും പരിശീലനവും ഒക്കെ കൊടുത്ത് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുന്നത്. അതിനും കണക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ലാഹോറിൽ ലഷ്കർ തോയ്ബയുടെ സഹസ്ഥാപകൻ ഫൗണ്ടർ അയാൾ വെടിയേറ്റ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണെന്ന്, അയാൾ മരിച്ചോ ഇല്ലെന്നോ ഇന്നും പുറത്തു വിട്ടില്ല, ഒരു കൊല്ലപ്പെട്ടിരിക്കാം. അത് അങ്ങനെ സംഭവിക്കാം. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ആദ്യം ഒന്നും അംഗീകരിച്ചിരുന്ന ഇല്ല. അത് ഇത്തരം തീവ്രവാദ സംഘടനകളും അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളും ഒരിക്കലും ആദ്യം സമ്മതിക്കില്ല. മാസങ്ങൾക്ക് ശേഷമായിരിക്കും പറയുന്നത് ഇയാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത്. ഈ ഹമാസിൻ്റെ പല നേതാക്കളും കൊല്ലപ്പെട്ടവരെ നമ്മൾ അറിഞ്ഞത് നമ്മൾ വാർത്ത കൊടുത്തിരുന്നു, അവർ കൺഫേം ചെയ്തു. അതായത് തീവ്രവാദ സംഘടനകൾ കൺഫേം ചെയ്ത് എത്രയോ മാസങ്ങൾക്ക് ശേഷമായിരിക്കും. ഈ നൂർഖാൻ വ്യോമതാവളം ഉൾപ്പെടെയും അതുപോലെ അവരുടെ വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചത് വിദേശകാര്യമന്ത്രിയായിരുന്നു. അതും ഡിസംബർ മാസമാണ് അദ്ദേഹം സമ്മതിച്ചിരുന്നത്. അല്ല, അത് വേറെ വഴിയില്ലല്ലോ അവർക്ക്. കാരണം പാകിസ്ഥാൻ്റെ ചീട്ടുകര അവസ്ഥയിൽ പോയല്ലേ. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തോട് ഏറ്റുമുട്ടാനുള്ള യാതൊരു ഗതിയും അവർക്കില്ല. അവർക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവർക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കണേ, അവരെ ആക്രമിച്ച പാവം ടൂറിസ്റ്റുകളാണ്, അവർ ആ സ്ഥലം കാണാൻ വന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ അവരുടെ മതം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അവർ വെടിവെച്ച് വന്നത്. അതൊക്കെ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലായി പോയി. ഒരിക്കലും നമ്മളെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ ഒരു പൂർണ്ണമായ മതനിരപേക്ഷ രാജ്യം തന്നെയാണ്. ഇവരല്ലാതെ എന്തൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല നമ്മൾ. പക്ഷേ അതിനൊക്കെ തകർക്കാനുള്ള ശ്രമമാണ് അന്ന് നമ്മളവർ പരാജയപ്പെടുത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഓർക്കുമ്പോൾ ഇന്ന് ഒരു വർഷമായി എന്ന് ഓർക്കുമ്പോൾ ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. അവരൊക്കെ ഇപ്പോൾ എവിടെയായിരിക്കും? ആ ഭർത്താവിൻ്റെ വ്രതം കെട്ടിപ്പിടിച്ച് കരഞ്ഞ ആ യുവതി, അതുപോലെ അച്ഛൻ മകളുടെ മുന്നിൽ തൻ്റെ മുന്നിൽ വെച്ച് അച്ഛൻ കൊല്ലപ്പെടുന്നത് കണ്ട ആ പെൺകുട്ടിയുടെ കാര്യം, അതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ ദിവസം അവരൊക്കെ മനസ്സുകൊണ്ട് എന്തെല്ലാം വിഷമങ്ങളായിരിക്കും അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലെ തീവ്രവാദത്തിന് ഇനിയൊരു പ്രസക്തിയില്ല, അല്ലെങ്കിൽ അത് തീവ്രവാദം നടത്താൻ വന്നാൽ അതിന് കാനത്തെ തിരിച്ചടി കൊടുക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുക തന്നെയായിരുന്നു പഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്ത തിരിച്ചടി.